എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് സൽക്കാരം. സൽക്കാരപ്രിയരല്ലാത്തവർ നന്നേ കുറവായിരിക്കും. പക്ഷേ സൽക്കാരം എന്നാൽ ആതിഥേയന് ഇഷ്ടപ്പെട്ടതെല്ലാം അതിഥിയെ ഭക്ഷിപ്പിക്കലല്ല. പലപ്പോഴും അത് അപകടം ചെയ്യും. ഷുഗർ പേഷ്യൻ്റ് നല്ല മധുരപലഹാരങ്ങൾ മുമ്പിൽ വെച്ച് ആ ഷുഗർ പേഷ്യൻ്റ് ആവട്ടെ വീട്ടിൽ നിന്ന് അവൻ്റെ കുടുംബം സശ്രദ്ധം ആരോഗ്യം ശ്രദ്ധിക്കുന്നു, ഒന്നും കൊടുക്കുന്നില്ല. സൽക്കാരത്തിൽ വന്നാൽ അവൻ അത്യാർത്തിയോടത് ഭക്ഷിച്ച് പലപ്പോഴും ഷുഗർ കൂടാനും ജീവൻ അപകടത്തിൽപ്പെടാനും കാരണമാവാറുണ്ട്. അവിടെ നോക്കേണ്ടത് അതിയുടെ ആരോഗ്യത്തിനും വായക്കും വയറിനും മനസ്സിനും ഇഷ്ടപ്പെട്ടത് കൊടുക്കലാണ് യഥാർത്ഥ സൽക്കാരം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞ പദം വളരെ ശ്രദ്ധേയമാണ്. അള്ളാഹുലും റസൂലിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ അതിഥിയെ നന്നായി സന്തോഷിപ്പിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഫൽ യുക്രീം എന്നാണ് പറഞ്ഞത്. അഥവാ കുറേ ഐറ്റംസുകൾ ഭക്ഷണം കഴിക്കലല്ല. ഞാൻ ഓർക്കുന്നു, ഒരു നാട്ടിൽ ഏകദേശം 10 വീടുകളിൽ 10 ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെ സൽക്കരിച്ചു. 10 വീട്ടിലുള്ള വിഭവങ്ങൾ ഒരേ ഐറ്റംസ് വിഭവങ്ങളാണ്. ഏതൊരു മനുഷ്യനാണ് ഇത് കഴിക്കാൻ കഴിയുക? ഒരൊറ്റ വീട്ടിൽ ഞാൻ ഭക്ഷിച്ചു. 9 വീട്ടുകാരെയും കഴിക്കാൻ കഴിയാതെ പ്രയാസം രേഖപ്പെടുത്തി. ഞാനതിലേറെ പ്രയാസപ്പെട്ടു. എന്നിലേറെ വീട്ടുകാരൻ. നമുക്ക് പറ്റാത്തത് കൊണ്ടാണോ, നമ്മളിഷ്ടമില്ലാത്തത് കൊണ്ടാണോ, നന്നാകാത്തത് കൊണ്ടാണോ? പ്രത്യേകിച്ച് സഹോദരിമാർ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ വിഭവങ്ങളെല്ലാം പാകം ചെയ്യുന്നത്. കഴിക്കാതിരുന്നാൽ എത്ര പ്രയാസകരായിരിക്കും. ഒരിക്കലും ആതിഥേയൻ്റെ ഇഷ്ടത്തിന് അതിഥിയെ നിർബന്ധിക്കരുത്. മറിച്ച് അതിഥിയുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകണം. പിന്നീട് അതിഥിക്ക് ഇഷ്ടപ്പെട്ടത് അത് തിരഞ്ഞെടുത്ത് കൊള്ളട്ടെ. നമ്മൾ മുമ്പിൽ വച്ചാൽ മതിയല്ലോ. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാം. ഇസ്ലാമിക ദൃഷ്ട്യാ വിശന്ന അവശനായവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ പുണ്യമുള്ളൊരാരാധന ഇല്ലേയില്ല. എന്നാൽ വയറ് നിറഞ്ഞ് ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരാളോട് വീണ്ടും വീണ്ടും നിർബന്ധിക്കുക എന്നത് വലിയ തെറ്റാണ്, കുറ്റാണ്. ആരും നിർബന്ധിക്കരുത്. മുമ്പ് വലിയൊരു മഹാൻ മരിച്ചപ്പോൾ നാട്ടിലെ നല്ലൊരു ചിന്തകൻ പറഞ്ഞു, എല്ലാവരും ധാരാളം ഭക്ഷണങ്ങൾ ഭക്ഷിപ്പിച്ചും ഉറക്കും റെസ്റ്റും കൊടുക്കാതെ കൊന്നു കളഞ്ഞു എന്ന്. പലപ്പോഴും ഇത് പലരുടെയും അനുഭവത്തിൽ ശരിയാണോ എന്ന് തോന്നിപ്പോകാറുണ്ട്. ആരെയും വിമർശിക്കലല്ല, കുറ്റപ്പെടുത്തലല്ല, എല്ലാം ചിന്തിച്ചു വേണം, ആലോചിച്ചു വേണം. എങ്കിൽ തീർച്ചയായും നമ്മുടെയൊക്കെ പള്ളികളിൽ എത്ര യാത്രക്കാർ, എത്ര മഹത്തുക്കൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി റിസർച്ച് സ്കോളേഴ്സ്, റിസർച്ച് ആവശ്യാർത്ഥം നാട്ടിൽ വന്നതായിരിക്കും. അവരുടെ കൈകളിൽ ഭക്ഷണം ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ എന്തൊരു പുണ്യമാണ്, എന്തൊരു ആരാധനയാണ്, എന്തൊരു ഇബാദത്താണത്. അപ്പോൾ വിശന്ന അവശരായി ആവശ്യക്കാരവരെ കണ്ടെത്തി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത്, ചിലപ്പോൾ ഭക്ഷണമാകൂല ആവശ്യം, അവർക്ക് ആശ്വാസ വാക്കുകളായിരിക്കും. നല്ല വാക്കുകൾ നല്ല ഭക്ഷണത്തേക്കാൾ ഫലം ചെയ്യും. ഖുർആൻ്റെ പ്രഖ്യാപനമാണല്ലോ, ഖൗലുൻ മഅറൂഫുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹ അദൻ.
നല്ല നല്ല വാക്കുകൾ, വലിയ വലിയ ഭീമമായ സംഖ്യ അതെടുത്ത് പറഞ്ഞ് വിഷമിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് പുണ്യം നല്ല നല്ല വാക്കുകളായിരിക്കും. എല്ലാവരും അതിഥിയെ സൽക്കരിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് സന്തോഷിപ്പിച്ചാൽ അത് എന്നെന്നും നിലനിൽക്കുന്ന, ഓർക്കുന്ന ഒരു സൽക്കാരമായിരിക്കും.